നമസ്കാരം. ലോകത്തെ ഏറ്റവും അധികം സ്വർണം കൺസ്യൂം ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ വർഷമാണ് ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാമതെത്തിയത്. പ്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് സ്വർണത്തെ തരംതിരിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ 24 ക്യാരറ്റ് ആണ്. 99.9% പ്യുവർ ഗോൾഡ് ആണ് ഇതിലുള്ളത്. തനി തങ്കം എന്നൊക്കെ പറയും. ഇത് കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. ആഭരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അടുത്തത് 22 ക്യാരറ്റ് ആണ്. 91.71% പ്യുവർ ഗോൾഡ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന 22 ക്യാരറ്റിലാണ്. അടുത്തത് 18 ക്യാരറ്റ് ആണ്. 75% പ്യുവർ ഗോൾഡും 25% മറ്റ് മെറ്റലുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും ഡ്യൂറബിൾ ആയ ആഭരണങ്ങൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് 14 ക്യാരറ്റ് ആണ്. 58.3% പ്യുവർ ഗോൾഡും 41.7% മറ്റ് ലോഹങ്ങളുമാണ്. US-ൽ ആഭരണം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് 14 ക്യാരറ്റ് ഗോൾഡാണ്. അടുത്താണ് 10 ക്യാരറ്റ്. 41.7% പ്യുവർ ഗോൾഡും 58.3% മറ്റ് ലോഹങ്ങളുമാണ്. ഇതും ആഭരണം ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന്റെ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ സിൽവർ അഥവാ വെള്ളിയിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ. ഒന്നാമത്തത് ഫൈൻ സിൽവർ അല്ലെങ്കിൽ 999 സിൽവർ എന്നാണ് പറയുന്നത്. 99.9% പ്യുവർ സിൽവർ ആണ്. ഇതും ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനാണ് ഉപയോഗിക്കാറുള്ളത്. അടുത്തതാണ് സ്റ്റെർലിംഗ് സിൽവർ. 925 എന്ന് പറയും. 92.5% പ്യുവർ സിൽവർ ആണ്. ഏറ്റവും കൂടുതൽ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് സ്റ്റെർലിംഗ് സിൽവർ ലിക്വിഡാണ്. അടുത്താണ് ബ്രിട്ടാനിയ സിൽവർ അല്ലെങ്കിൽ 958 എന്ന് പറയും. 95.8% പ്യുവർ സിൽവർ ആണ്. ഇത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സിൽവർ ആണ്. അടുത്തതാണ് കോയിൻ സിൽവർ 900 എന്ന് പറയും. ഇതിൽ 90% പ്യുവർ സിൽവർ ആണ്. കോയിനുകൾ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. 800, 935 എന്നീ കാറ്റഗറിയിലും സിൽവർ അവൈലബിൾ ആണ്. ഒരു ഏകദേശ ധാരണ ഇതിനെക്കുറിച്ച് ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.